ഹായ് ഓൾ, ഞാൻ അനുദീപ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് LSGS ഇന്റർവ്യൂവിന് എങ്ങനെ തയ്യാറെടുക്കണം എന്ന കൃത്യമായ ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് തരാനാണ്. കാര്യം LSGS ഇന്റർവ്യൂ മെയ് മാസവും ജൂൺ മാസങ്ങളിലുമായി നടത്താൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സായി ഇന്റർവ്യൂവിന്റെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ കൺഗ്രാറ്റ്സ് ഫോർ ഓൾ. കാര്യം നല്ല കഷ്ടപ്പാടാണ് പ്രിലിംസ് പാസ്സാവാനും മെയിൻസ് പാസ്സാവാനൊക്കെ. അപ്പൊ അതൊക്കെ പാസ്സായി ഈ ഇന്റർവ്യൂ എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷെ പല ആൾക്കാർക്കും ഏറ്റവും സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഘട്ടമാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ എൻറ്റയർ പ്രോസസ്സിൽ, ഈ എക്സാമിന്റെ എൻറ്റയർ പ്രോസസ്സിൽ നേരിടാൻ പോകുന്ന ഏറ്റവും ഈസി സ്റ്റേജ് ഇന്റർവ്യൂ ആണ്. പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഇത് ഇത്ര വലിയൊരു ഭയം, ഇന്റർവ്യൂ ഫോബിയാണ് ആൾക്കാർക്ക്, അല്ലെ? ഫോബിയ. ഒന്നുകൂടെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൂടെയുണ്ട്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് LSG സെക്രട്ടറി ഇന്റർവ്യൂവിന് തയ്യാറെടുക്കേണ്ടതെന്നും അതിനുവേണ്ടി ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഇന്റർവ്യൂ ഗൈഡൻസ് ബാച്ചിലേക്ക് എങ്ങനെ അംഗമാണെന്നും കൃത്യമായി പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളുടെ ഫ്രീ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ അംഗമാകാനായി ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇതിന്റെ ടെലിഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പേര് പിന്നീട് LSGS ഇന്റർവ്യൂ എന്നും കൂടെ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അപ്പൊ അവർ ഗൂഗിൾ ഫോംസ് ഒക്കെ ആഡ് ചെയ്യും. ഗൂഗിൾ ഫോംസ് കൃത്യമായി ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക്, LSGSന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഈ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഘട്ടത്തിന് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ കണ്ടന്റ് ഒക്കെ അതിനകത്ത് കിട്ടും. ഓക്കെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് മോക്ക് ഇന്റർവ്യൂ ഞാനുമായി 1-on-1 സെഷനും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കാര്യം ഇന്റർവ്യൂ പ്രോഗ്രാമിന്റെ കാര്യത്തിലുള്ള ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബാച്ചസിൽ ഇപ്പൊ SI ഇന്റർവ്യൂ സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ ഇന്റർവ്യൂ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മിക്കവാറുള്ള സ്റ്റുഡൻസിനൊക്കെ 12 അല്ലെങ്കിൽ 13, മാക്സിമം 13 മാർക്കാണ് PSC അവാർഡ് ചെയ്യുക. ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് 12 അല്ലെങ്കിൽ 13 മാർക്ക് മിനിമം കിട്ടിയിട്ടുണ്ട്. വളരെ അപൂർവം കേസിൽ മാത്രമേ മാർക്ക് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങൾ പുതിയ പുതിയ ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സർവോപരി ഇന്റർവ്യൂ എന്ന് പറയുന്നത് കേരള PSCയുടെ ഇന്റർവ്യൂ ബോർഡ് പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഹ്യൂമൻ ബീങ്സിനെയാണ് പൊതുവെ അവിടെ ഇരുത്താറ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പ് ചെന്നിട്ട് കള്ളം പറയാനോ അല്ലെങ്കിൽ ഫേക്ക് പേഴ്സണാലിറ്റി എക്സിബിറ്റ് ചെയ്താലോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ജെനുവിൻ പേഴ്സണാലിറ്റി തന്നെ അവരുടെ മുമ്പിൽ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യണം. കാര്യം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച PSC ഇന്റർവ്യൂ പാനൽസ് ഒന്നാണ് കേരള PSC ഇന്റർവ്യൂ പാനൽ. അവരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ജെനുവിൻ വ്യക്തിത്വത്തിനെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സസ് സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിലൊരു കോച്ചിങ് തരും. ധാരാളം മെറ്റീരിയൽസ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മാക്സിമം ആൾക്കാർക്ക് മോക്ക് ഇന്റർവ്യൂ 1-on-1 സെഷനും തരാൻ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിലേക്ക് ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഫീസ് എത്രയാണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. 1 രൂപ പോലും ഞങ്ങൾ കൈപ്പറ്റുന്നതല്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക ചാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നാഷണൽ ഡിഫൻസ് ഫണ്ട് ഉണ്ട്, അല്ലെ? പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. പട്ടാളക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. അതിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിന്റെയോ പ്രൈം മിനിസ്റ്ററിന്റെയോ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചാരിറ്റിയിലേക്ക് ഒരു 10 രൂപ 20 രൂപ ആയാലും മതി, 100 1000 നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഒരു വോളണ്ടറി പ്രൊവിഷൻ മാത്രമാണ്, കമ്പൽസറി പ്രൊവിഷനേ അല്ല. ഓക്കെ, കാര്യം നമ്മുടെ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, ടെക് മേഖല സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വപ്നം, അത് ഒരു സ്വകാര്യ എന്താ പറയുക താല്പര്യമുണ്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ പിറകിൽ, അല്ലെ? നമുക്ക് നോക്കാം, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇന്ന് 2 PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിക്കാം. LSGSന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതൊക്കെ നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം അത് പഠിക്കുക. 2 PDF ടെലിഗ്രാം ചാനലിൽ ഡൗൺലോഡ് ചെയ്ത് തന്നെ പഠിക്കുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഒന്നാമതായി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞാൻ 1 വർഷം മുമ്പ് ചെയ്ത ഈ 2 വീഡിയോസ് കാണണം. ഇത് 1 വർഷം മുമ്പ് ചെയ്ത വീഡിയോസ് ആണെങ്കിലും ഇതിൽ പറയുന്ന തിയറി നിങ്ങൾക്ക് ഇനി ഏത് ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. വളരെ ചെറിയ വീഡിയോസ് ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഇന്റർവ്യൂ ഗോൾഡൻ റൂൾസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിൽ എൻ്റെ വിദ്യാർത്ഥി കാർത്തികൻ, അദ്ദേഹം ഇന്റർവ്യൂവിലെ ഹയസ്റ്റ് സ്കോററാണ്. 13 മാർക്ക് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇന്റർവ്യൂവിനെ നേരിട്ടത് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഈ 2 വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടെൻഷൻ പകുതി കുറയും. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പുതിയ ഗോൾഡൻ റൂൾസ്. പുതിയതായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഘട്ടത്തിന്റെ ആവശ്യകത എന്താ?
നിങ്ങളുടെ നോളജ് പ്രിലിംസിലും മെയിൻസിലും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്റർവ്യൂ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ട്രെയിനബിൾ ആയ ഒരു ബ്യൂറോക്രാറ്റ് ആണോ, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമോ, അതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് നോ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ ബ്ലഫ് ചെയ്യരുത്. ഇന്റർവ്യൂ ബോർഡിനെ പറ്റിക്കാൻ നോക്കില്ല, അവരെ പിടിക്കും. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പാനലിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗോൾഡൻ റൂൾ ആണ്. നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ, അത് ഈവൻ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും, പൊതുവെ എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രശ്നം എന്താണെന്ന് അറിയോ, ഇന്റർവ്യൂ പാനൽ ഒരു ചോദ്യം ചോദിച്ച് കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഉത്തരം പറയണമെന്നുള്ള ദുർവാശി. അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊരു 3 സെക്കൻഡ് ആലോചിക്കാൻ എടുത്തോളൂ, ബെയർ മിനിമം. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ 3 സെക്കൻഡ് പോസ് ചെയ്ത് ആലോചിച്ച് മനസ്സിൽ ആൻസർ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ പറയാവൂ. കാര്യം നിങ്ങളിപ്പം പോകുന്നത് വെറും ഒരു ജോബിന്റെ ഇന്റർവ്യൂവിനല്ല. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. LSGD സെക്രട്ടറി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയ ഒരു ജോബാണ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന അവസരമാണ്. അപ്പൊ ആ അവസരത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന വ്യക്തി വായി തോന്നിയത് വിളിച്ചു പറയുന്ന വ്യക്തി ആയിരിക്കില്ല. യു ഷുഡ് തിങ്ക് ബിഫോർ യു സ്പീക്ക്. ടേക്ക് എ 3 സെക്കൻഡ് പോസ് ബിഫോർ യു ആൻസർ. കൃത്യമായി ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആൻസറിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റും ഒക്കെ മെച്ചപ്പെടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇന്റർവ്യൂ ബോർഡിലേക്ക് വരുമ്പോൾ അവർ പ്രധാനമായും നിങ്ങൾ നോക്കുന്നത് 2 ക്വാളിറ്റീസ് ആണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ഇത്ര ഒരു പവർഫുൾ പോസ്റ്റിലേക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കറപ്ഷൻ കാണിക്കുമോ, നിങ്ങൾ മാന്യനായ ഒരു വ്യക്തിയാണോ, അതിൽ മാന്യനായ വ്യക്തിയാണോ, അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും കള്ളം പറയാനോ ബ്ലഫ് ചെയ്യാനോ പാടില്ല. പറഞ്ഞാൽ അവർ പൊക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി കൃത്യമായി എക്സ്പ്രസ് ചെയ്യുക. അതിനോടൊപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ, കോൺഫിഡൻസ്. ഇപ്പൊ ഒരാൾ സത്യസന്ധനായിട്ടും കാര്യമില്ല, നല്ലൊരു ബ്യൂറോക്രാറ്റ് ആണെങ്കിൽ ഹി ഷുഡ് ബി കോൺഫിഡന്റ്, ഹി ഷുഡ് ബി സ്മാർട്ട്. ഈ 2 ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഇന്റർവ്യൂ ബോർഡിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു. ഓഫീസേഴ്സ് ലൈക്ക് ക്വാളിറ്റീസ്, OLQs ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡ് ഓഫീസർ നോക്കുന്ന ക്വാളിറ്റീസ്. പക്ഷെ അതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ എന്റെ ഇന്റർവ്യൂ ബാച്ചിലെ കണ്ടിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതിൽ 13 മാർക്ക് വീണിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചുള്ള പ്രധാനപ്പെട്ട 2 ക്വാളിറ്റി. അത് ദേ ആർ എക്സ്ട്രീംലി ജെനുവിൻ. അവർ ഒന്നും തള്ളാറില്ല, അല്ലെങ്കിൽ അവർ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറയാറില്ല. അവർ വളരെ ജെനുവിൻ ആണ്. പക്ഷെ നല്ല അറിവുള്ള ആൾക്കാർ തന്നെയാണ്. അതിനോടൊപ്പം കോൺഫിഡന്റും ആണ്. അവർ പൊളൈറ്റും ആണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസിൽ കൃത്യമായി കിട്ടുന്ന ഒരു ഐഡിയ ഇത് തന്നെയാണ്. നിങ്ങൾ ജെനുവിൻ ആണെങ്കിൽ, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 13 മാർക്ക് വീണിരിക്കും. ഓക്കെ, ഇനി പല ആൾക്കാരും ഓവർലുക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ബയോഡേറ്റ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് PSC ഒരു ബയോഡേറ്റ തന്നെ ഫില്ല് ചെയ്യണമല്ലോ. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഹോബീസ്, വിഷൻ അല്ലെങ്കിൽ മിഷൻ, അംബീഷൻ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതൊന്ന് ഫില്ല്. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഓറിയന്റേഷൻ ക്ലാസ് നമ്മുടെ ഇന്റർവ്യൂ ട്രെയിനിങ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പ്രോസസ്സ് ചെയ്യുക, ഇന്റർവ്യൂ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. ആ ഓറിയന്റേഷൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ബയോഡേറ്റ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. അതിന് ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബയോഡേറ്റ ഭയങ്കര മോശമായിട്ട് ഫില്ല് ചെയ്ത് പല കുട്ടികളും തരാറുണ്ട്. പക്ഷെ അത് അവർക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ബയോഡേറ്റ എനിക്ക് അയച്ചു തരാം, ഞാനത് വരുത്തേണ്ടത് നെസസറി കറക്ഷൻസ് കൃത്യമായി പറയാം. ആ കറക്ഷൻസ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ റിയൽ ഇന്റർവ്യൂവിന് പോവുക. പല ആൾക്കാരും ഇപ്പം വളരെ നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട് പലരും, പക്ഷെ അവരത് ബയോഡേറ്റയിൽ ഫില്ല് ചെയ്യില്ല. പല ആൾക്കാരും പല സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരാണ്, കൾച്ചറലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ബയോഡേറ്റിൽ ഇതൊന്നും ഫില്ല് ചെയ്യും. നമ്മൾ ഇത് സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, നീ എന്താ വെക്കാൻ, ഇതെന്താ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ, അത് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോ അത് നിങ്ങളൊന്ന് ആലോചിക്കുക. വളരെ ഫണ്ണി ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഫ്ലഡിന്റെ സമയത്ത് ഒരു പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു. അദ്ദേഹം അതായത് കൾച്ചറൽ ആക്ടിവിറ്റീസിന് അണ്ടറിലായിരുന്നു. അത് ആക്ച്വലി സോഷ്യൽ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് സോഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് എഴുതണം എന്നുള്ളതാണ് കറക്റ്റ് ചെയ്തത്. അദ്ദേഹം വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളിയായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ്. പക്ഷെ ആ ഒരു ഹയർ ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ജീവിതത്തിൽ കാണിച്ച ഒരു വാലർ, കറേജ്, വിസ്ഡം, അത് കൃത്യമായി നമുക്ക് ബയോഡേറ്റയിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ പല ആൾക്കാരും പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഇന്റർവ്യൂ പ്രോഗ്രാം നടന്നപ്പോഴത്തേക്കും ഒരു വിദ്യാർത്ഥി വീക്ക്നെസ്സിന്റെ സെക്ടറിൽ എഴുതിയത് ഡ്രൈവിങ് വീക്ക്നെസ് ആയെങ്കിലും ചർച്ച ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ? പറഞ്ഞു, സാർ എനിക്ക് ലൈസൻസ് ഇല്ലെങ്കിലും ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നു. ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി ഓടിക്കുമോ? അപ്പൊ ഇതുപോലൊക്കെയുള്ള കാര്യം ഒന്ന് ഇന്റർവ്യൂ ബോർഡ് ചെന്ന് പറയരുത്. ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി ഓടിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നിയമം തെറ്റിക്കല്ലേ, നിയമം ലംഘിക്കല്ലേ?
അപ്പോൾ വളരെ ഫണ്ണി ആയിരുന്നു. എഗിൻ വളരെ അടിപൊളി കാൻഡിഡേറ്റ് ആയിരുന്നു. ഉറപ്പായി ഇപ്രാവശ്യം ഇന്റർവ്യൂവിന് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഇതിലെ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഇന്റർവ്യൂവിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ റിയൽ ഇന്റർവ്യൂ ബോർഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. ഓക്കെ, യെസ്. അപ്പം ബയോഡേറ്റ കൃത്യമായി ഫില്ല് ചെയ്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അതിൽ പറഞ്ഞുതരാം. പിന്നീട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കീപ് യുവർ ഈഗോ എവേ. ഞാൻ ആരോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പരീക്ഷയൊക്കെ പാസ്സായിട്ട് വന്നിരിക്കുക എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറുകയാണെങ്കിൽ ദർ ഇസ് നോ ഹോപ്പ്. അപ്പൊ നിങ്ങൾ ഈഗോ മാറ്റി വയ്ക്കുക. കാര്യം ഇന്റർവ്യൂ ബോർഡ് ആ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയാ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ എക്സലൻസ് ഉള്ള, വളരെ ഡിഗ്നിറ്റി ഉള്ള ആൾക്കാരാണ് കേരള PSC ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നത്. അപ്പൊ അവരിയ്ക്കുന്ന റൂമിലേക്ക് നിങ്ങൾ ഒരു ഹെഡ് വെയിറ്റുമായിട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ യു ദർ. അതുകൊണ്ട് തന്നെ ബി പൊളൈറ്റ്, ബി ഹംബിൾ. കാര്യം ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. കാര്യം ഇന്റർവ്യൂ പാനൽ അത്രയും ഫ്രണ്ട്ലി ആയിരിക്കും, അത്രയും കോഡിയൽ ആയിരിക്കും. പല പല പാനൽസും സംശയിക്കുന്നത് ഇടാമോളെ അങ്ങനെയൊക്കെ വിളിച്ച് ഭയങ്കര എന്താ പറയാ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന പാനൽസ് ആണ് കൂടുതലും. അപ്പൊ ആ ഒരു പാനലിലേക്ക് നമ്മൾ കയറുമ്പോൾ വി ഷുഡ് ഓൾസോ ബി ഹംബിൾ. നമ്മൾ ഹ്യൂമിലിറ്റി കൃത്യമായി കീപ്പ് ചെയ്യണം. പൊളൈറ്റ്നെസ് വിട്ട് അറ്റ് നോ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉണ്ടെങ്കിൽ അത് പാനലിൽ പിടിക്കാൻ പറ്റും. പാനലിൽ ഒരു സൈക്കോളജിസ്റ്റ് കാണും, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് പാനലിലുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇതൊന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്ന ആൻസേഴ്സ് നമുക്ക് കൺവിക്ഷൻ വേണം. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. സാധ്യതാ ചോദ്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ പറയുന്ന കാര്യത്തിന് കൺവിക്ഷൻ വേണം. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, കേരള LSTD ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിന് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ സൊല്യൂഷൻ പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻ പറയാൻ നല്ല സൊല്യൂഷൻ ആണ്, പക്ഷെ നമ്മൾ പറയുന്ന ടെമ്പോ, സൗണ്ടിന്റെ ടോൺ, അതിലൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൻസർ വേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ആൻസറിലെ സബ്ജക്റ്റ് വെർബും അല്ലെങ്കിൽ ഗ്രാമർ അല്ല പ്രധാനം, നിങ്ങളുടെ കൺവിക്ഷൻ ആണ്. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് ഇന്റർവ്യൂ ബോർഡ് വിലയിരുത്തുന്നത്. ഇത് നമുക്ക് ഒരു കോച്ചിങ്ങിൽ കൂടെ തരാൻ സാധിക്കില്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു മിററിന്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യണം. കണ്ണാടിയുടെ മുമ്പിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ചോദ്യം പറ്റും, എന്താണ് K ഫോൺ അല്ലെങ്കിൽ K സ്മാർട്ട് എന്താണ്, അല്ലെങ്കിൽ LSTD ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അല്ലെങ്കിൽ LSGDയിലെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ കറപ്ഷനെ നമുക്ക് എങ്ങനെ നേരിടാം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ വളരെ കൺവിക്ഷനോട് കൂടി തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇവിടെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, അതോടെ ഇരിക്കട്ടെ. ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പേരിന്റെ അർത്ഥം ചോദിക്കാം, വാട്ട്സ് ദ മീനിങ് ഓഫ് യുവർ നെയിം എന്ന് ചോദിക്കാം. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇന്റർവ്യൂ ബോർഡിൽ പോയപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് പേരിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, സാർ അനുദീപ് എന്നാണ്. അനുദീപ്, ആ പേരിന്റെ അർത്ഥം എന്താണ്? സാർ ജെന്റിൽ ലൈറ്റ്, ചെറിയ ലൈറ്റ് എന്നാണ്. അത് എവിടെ നിന്ന് കിട്ടി? സാർ അത് പുരാണിക് എൻസൈക്ലോപീഡിയ എടുത്തതാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ എഴുതിയതാരാ? ഞാൻ സാർ വെട്ടമാണിയാണ്. അപ്പൊ വെട്ടമാണി പറ്റിച്ചതാണ്, അത് വെട്ടമാണി പറ്റിച്ച്. അങ്ങനെ വളരെ രസകരമായിട്ട് കോൺവെർസേഷൻ പോകും. അതുപോലെ ഇത്തവണ SI ഇന്റർവ്യൂ പ്രോഗ്രാം നടത്തിയപ്പോൾ ഞാൻ എല്ലാവരും പറയും നിങ്ങളുടെ പേരിന്റെ അർത്ഥം നോക്കിയിട്ട് പോകണമെന്ന്. കുറെ കുട്ടികളത് ചോദിച്ചു. പ്രത്യേകിച്ച് വെറൈറ്റി ആയ ഒരു പേരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്തായാലും മീനിങ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പം മറ്റൊരു കാൻഡിഡേറ്റ്, അദ്ദേഹത്തിന്റെ പേരിനകത്ത് ഭാഗ്യം എന്നൊരു വാക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് ഫണ്ണി ആയിട്ട് ഒരുപക്ഷെ ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചപ്പം എന്താണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നതിന് ഭാഗ്യത്തിന്റെ സ്കോപ്പ് ഉണ്ട്, അങ്ങനെ വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചങ്ങനെ പോയിരുന്നു. അപ്പോ സാധ്യതാ ചോദ്യങ്ങൾ ബയോഡേറ്റയിൽ നിന്ന് ധാരാളം വരും. നിങ്ങളുടെ ഹോബിയെ പറ്റി ചോദ്യം വരും, നിങ്ങളുടെ അംബിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അതൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. ഹൗ ക്യാൻ യുവർ നോളജ് ഇൻ ദാറ്റ് ഡൊമൈൻ ബി യൂസ്ഫുൾ ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ്? എന്താണ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിന് LSTDയിൽ ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം വരാം. അപ്പൊ കൃത്യമായി അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താ? ബയോഡേറ്റയ്ക്ക് പുറത്തുള്ള ചോദ്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ചോദ്യങ്ങളാകാം, കറണ്ട് അഫയേഴ്സ് ആവാം. ഇപ്പൊ റീസെന്റ് ആയി സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് അല്ലെ, ഡിജിറ്റൽ ആക്സസ്, ഒരു മൗലിക അവകാശമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, എക്കണോമിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എവിടെ നിന്നും എന്തും ചോദിക്കാം. ഇത് നമുക്ക് കുറെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇത് പിന്നെ കടൽ പോലെ കിടക്കുകയാണ്. പക്ഷെ സാധ്യതാ ചോദ്യങ്ങൾ നോക്കി തന്നെ പോകണം. ഞാൻ ടെലിഗ്രാമിൽ മാക്സിമം പ്രോബബിൾ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യങ്ങൾ മീൻസ് അത് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇക്കഴിഞ്ഞ SI ഇന്റർവ്യൂവിൽ എന്റെ സ്റ്റുഡന്റ് ചോദിച്ചത്, എടാ നിനക്ക് തെറി കേട്ട് അറിയാമോ എന്ന് ചോദിച്ചു. റിയലി ദി ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ.
10 തെറി പറയാൻ അറിയാമോ, ഈ 10 തെറി കേട്ടാൽ അതിന്റെ അർത്ഥം അറിയാമോ എന്നൊക്കെ ചോദിച്ചു. വളരെ ഫണ്ണി ആയിട്ട്, പക്ഷെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ അത്രയും ഫണ്ണി ആയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇന്റർവ്യൂ നമുക്ക് തരിക. അപ്പൊ അതും നമുക്ക് ടൈപ്പ് 3 ക്വസ്റ്റ്യൻസിനകത്ത് പ്രതീക്ഷിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻസൈഡ് ആൻ ഇന്റർവ്യൂ. അത് വളരെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അയ്യോ ഇന്റർവ്യൂ എന്തോ വലിയ സംഭവമാണ് എന്നോ പേടിച്ചിരിക്കാതെ ഇത്ര ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസസ് പ്രതീക്ഷിച്ച് ഇന്റർവ്യൂ റൂമിലേക്ക് പോവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ മാക്സിമം ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് തന്നെ പോവുക കേട്ടോ. യെസ്, ഈ 3 ടൈപ്പ് ചോദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ ഡേറ്റ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാവുമ്പോൾ കിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞ 2 വീഡിയോസ് കൃത്യമായി കാണണം. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും നിങ്ങൾ കൃത്യമായി അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ. എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമായിരുന്നു എന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. എന്തെങ്കിലും സംശയം കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി.